ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിലാഷ് ഒന്നിയിൽ അനുമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അനുമോൾ പറയുന്നത് അനീഷേട്ടനോട് ചെയ്തത് എന്താണെങ്കിലും ആരാണെങ്കിലും അത് വളരെ മോശമായിപ്പോയി. പുള്ളിക്കാരൻ്റെ പേരെന്താണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നു. ആ സ്റ്റിക്കർ അനീഷ് എന്ന് എഴുതിയ പേരെഴുതിയ ആ സ്റ്റിക്കർ ആരോ പറിച്ചു കളഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ നെയിൽ പോളിഷ് എടുത്ത് എഴുതി അവിടെ വെച്ചിട്ടുണ്ട് അനീഷെന്ന്. അപ്പോൾ ഒന്നിൽ പറയുന്നുണ്ട് എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്താണെങ്കിലും ഭയങ്കര മോശമായിപ്പോയി എന്ന് അനുമോൾ പറയുന്നുണ്ട്. അത് ശരി തന്നെ അഭിലാഷും ഒന്നിയിലും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടെ ചിലവരൊക്കെ കുഞ്ഞി പിള്ളേർ കാണിക്കുന്ന പോലെ ഓരോ കാട്ടലാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയുന്നുണ്ട് അനുമോൾ. ആ സമയത്ത് ഒനീൽ പറയുന്നുണ്ട് നാളെ തൊട്ട് എന്താണെങ്കിലും മുട്ടൻ ടാസ്ക് ആയിരിക്കും, അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും മുട്ടൻ അടിയൊക്കെ തുടങ്ങുമായിരിക്കും. അപ്പോൾ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അനീഷേട്ടൻ മിണ്ടേയില്ല. നമ്മൾ അല്ലാത്ത സമയത്ത് അനീഷേട്ടൻ നല്ല വർത്താനം. ഇന്ന് എൻ്റെ കൂടെ അവിടെ പാത്രം കഴുകാൻ കുറേ നേരം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് കുറേ നേരം വർത്താനം പറഞ്ഞു. പക്ഷേ ഞാൻ മിണ്ടാണ്ടിരുന്നു. പിന്നെ എന്നോട് കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. ചില സമയത്ത് വലിയ പ്രശ്നങ്ങൾക്കൊന്നും പുള്ളിക്കാരൻ മിണ്ടേയില്ല. ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ബഹളമാണ് പുള്ളിക്കാരൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്നതെന്ന് ഒനീലും അതേപോലെ തന്നെ അനുമോളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ്, വലിയ പ്രശ്നം വരുമ്പോൾ പുള്ളിക്കാരൻ മിണ്ടാണ്ടിരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒനീൽ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഞങ്ങൾ കിച്ചൺ ടീമിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് വരും, എൻ്റെ അടുത്തും ജിസേലിൻ്റെ അടുത്തും വന്ന് വർത്താനം പറയും, ഉള്ളിയൊക്കെ പൊളിച്ചു തരും, നല്ല ആളാണെന്ന് പറയുന്നുണ്ട്. അഭിലാഷ് പറയുന്നുണ്ട് ഈ ഒരാഴ്ച എല്ലാ ടീമും ഓക്കെ ആയിരിക്കും, പക്ഷേ വെസൽ ടീം മാത്രം പുള്ളിക്കാരൻ കച്ചറ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പോകുമെന്ന് എനിക്ക് തോന്നണേന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ്, കണ്ടൻറ് ഉണ്ടാക്കണ്ടേ, ഇതിപ്പോൾ ഒരു ഫാമിലി പോലെ മിണ്ടാണ്ടിരുന്ന് പോയിട്ടൊന്നും കാര്യമില്ലല്ലോ, ഇവിടെ കണ്ടൻറ് അല്ലേ വേണ്ടതെന്ന് പറയുന്നുണ്ട്. പൊന്നിയിൽ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ്, ഇവിടെ ഫുൾ കണ്ടൻറ്റാണ് വേണ്ടത്, കണ്ടൻറ്റിനാണല്ലോ നമ്മൾ നിൽക്കുന്നത്.